ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഹെയർ ഡൈ മാത്രമല്ല, മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന നല്ലൊരു കാര്യം കൂടിയാണ്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഡൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു ഡൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാൻ ഈ 2 ഗ്ലാസ് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് മുമ്പ് നമ്മൾ തേയിലപ്പൊടി ഇട്ടിട്ട് ഒരു വെള്ളം തയ്യാറാക്കിയിട്ടാണ് ഡൈ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല. ഇതിന് വേമ്പാലം പട്ട എന്ന് പറയും, വേമ്പാട എന്നൊക്കെ പറയും. മുടി കറുപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ വേമ്പാലം പട്ട. ഇത് മുടി തീരെ വളർച്ചയില്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഹെയർ ഡൈയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് ഈ വേമ്പാലം പട്ട. പ്രാചീന കാലം മുതൽക്കേ ഹെയർ ഡൈ ഉണ്ടാക്കാനും അതുപോലെ തലമുടി വളരാനുള്ള എണ്ണ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ് ഈ വേമ്പാലം പട്ട. ഇത് നമ്മുടെ തേയില വെള്ളത്തിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ ഇല പോലെയുള്ള ഭാഗങ്ങളുണ്ട്, അതാണ് ഞാൻ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കൂടുതലിടണം. കൂടുതലിടാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിലധികം ലയിക്കില്ല. ഇത് സാധാരണ എണ്ണയിലാണ് കൂടുതൽ ലയിക്കാറുള്ളത്. ഇതിൻ്റെ ഒരു കളറുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ടിരുന്ന എത്ര സമയം കഴിഞ്ഞാലും ലൈറ്റായിട്ട് ഇതിൻ്റെ കളർ ഇളകുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് കൂടുതലായിട്ട് ഇട്ടിട്ട് ഈ തേയില വെള്ളത്തിലേക്ക് ഇട്ട് ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് നമ്മുടെ മുടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ തേയില വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നത്. തീ കുറച്ചിട്ടിട്ട് വേണം ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട്. 3 ഗ്ലാസ് വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അത്രയും നേരം നമ്മുടെ ഈ പട്ടയില്ലേ, അത് അതിൽ കിടന്ന് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി നമുക്ക് ആ വെള്ളം നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയ ഒരു വെള്ളമായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഏകദേശം 1 ഗ്ലാസ് ആവുന്നിടം വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ വേമ്പാലം പട്ടയുടെ കുറച്ച് കട്ടി കൂടിയ ഭാഗങ്ങളുണ്ട്, വേര് പോലെയൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ നമ്മൾ എണ്ണ ഉണ്ടാക്കുമ്പോൾ ഇടുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ വേമ്പാലം പട്ടയുടെ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. മുടി വളരാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഞാൻ ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഇതിലേക്ക് ഇനി അഥവാ അത്രത്തോളം അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയില്ലെങ്കിലോ എന്നോർത്തിട്ടാണ് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തത്. എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ഗുണകരമാണ് കേട്ടോ. നമ്മുടെ ഈ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. പ്രധാനമായിട്ട് ഈ വേമ്പാലം പട്ട തന്നെ വേണം. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഗൂഗിളിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പണ്ട് കാലം മുതൽക്കേ നമുക്ക് എണ്ണയ്ക്കും അതുപോലെ തന്നെ ഡൈക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പം അത് നന്നായിട്ട് തിളപ്പിച്ച് ഞാൻ ഏകദേശം 1 ഗ്ലാസോളം ആക്കിയിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടോടുകൂടി ഇതിൻ്റെ കളറ് കാണാൻ പറ്റുന്നില്ല, കാരണം നല്ല ഡാർക്കാണ്. നമ്മുടെ തേയില വെള്ളത്തിൻ്റെ കളറല്ല ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ആ ഇലകൾ അല്ലെങ്കിൽ ആ ഒരു പട്ട ഇട്ടതുകൊണ്ടാണ് ഇപ്പം നല്ല ഡാർക്കായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡൈ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ എല്ലാ വീഡിയോയിലും തന്നെ ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈലാഞ്ചിപ്പൊടി നിങ്ങൾക്കറിയാം, മുടി നല്ല കളർ കിട്ടാനായിട്ട് അതുപോലെ നരച്ച മുടിയൊക്കെ ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് മൈലാഞ്ചി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കടുക്കയുടെ പൊടിയാണ്. ഈ കടുക്കയുടെ പൊടിയും ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. പ്രിമേച്ചർ ഗ്രേയിങ്ങിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഹെയർ ലോസ് തടയാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കടുക്കയുടെ പൊടി. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് മുടിക്ക് നല്ല കരുത്ത് നൽകാനും അതുപോലെ തന്നെ മുടിവേരുകളെ ശക്തിപ്പെടുത്താനും നര തടയാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേയിലയും നമ്മുടെ വേമ്പാലം പട്ടയും കൂടെ ചേർന്നിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന വേമ്പാലം പട്ട ഡാൻഡ്രഫിനെ തടയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് ഉള്ളവർക്ക് മുടി വളർച്ചയും ഒക്കെ കുറവായിരിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് മുടി കൊഴിയുകയും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തടയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ വേമ്പാലം പട്ടയും കടുക്കയുടെ പൊടിയും മൈലാഞ്ചിയും ഒക്കെ. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു രീതിയിൽ നമുക്ക് ആ വെള്ളം ഒഴിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കടുക്കാപ്പൊടി ചേർക്കുന്നതിന് മറ്റൊരു പ്രധാന ഗുണം എന്ന് വെച്ചാൽ പേനിനെ തടയുന്നു കേട്ടോ. പേന് ശല്യമൊക്കെ ഉള്ളവരാണെങ്കിൽ കടുക്കയുടെ പൊടി ഉപയോഗിച്ചാൽ പേൻ ശല്യമൊക്കെ കുറയും. ഇപ്പം ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഇരുമ്പ് ചീനിച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നേരത്തെയുള്ള എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇരുമ്പ് ചീനിച്ചട്ടി ഉപയോഗിക്കുന്നതിന് ഗുണം എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഡൈ ഉണ്ടാക്കുന്ന സമയത്ത് ഇരുമ്പ് ചീനിച്ചട്ടി ഉപയോഗിക്കുന്നത്. ഡൈ ഉണ്ടാക്കാൻ മാത്രമല്ല, എണ്ണ ഉപയോഗിക്കുമ്പോഴും നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്തൊക്കെ ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്.
ഇനി നമ്മളിത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത്. നാളെ രാവിലെയാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് രാവിലെ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനൊരു അടപ്പ് വെച്ച് നന്നായിട്ട് മൂടി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് രാവിലെ ഇത് എങ്ങനെയാണെന്നൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് രാവിലെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല കറുപ്പ് കളറിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ രാത്രി ഉണ്ടാക്കി വെച്ചപ്പോഴുള്ള ആ കളറും ഇപ്പോഴത്തെ കളറും എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ചേർത്തിരിക്കുന്ന കടുക്കയുടെയും അതുപോലെ വേമ്പാലം പട്ടയും അതുപോലെ ഈ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. നിങ്ങളിനി ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലല്ല ഇതുണ്ടാക്കി വെക്കുന്നതെങ്കിലും ഇത് നല്ല കറുപ്പ് കളറാവും രാവിലത്തേക്ക്. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹെയർ ഡൈകൾ ഉപയോഗിച്ച് ഒരുപാട് സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരെ അറിയാം. അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന ഹെയർ ഡൈ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവുകയില്ല. കുറച്ച് നാളെടുത്തെങ്കിലും നമ്മുടെ മുടിയൊക്കെ കറുക്കുകയും ചെയ്യും. ഇനി അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ കൈത്തണ്ടയിലെ ചെവിയുടെ പുറകിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം, അലർജിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബൗളിലേക്ക് ആക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളർ കണ്ടോ, നല്ല ബ്ലാക്ക് കളറാണ്. സൈഡിലൊക്കെ നല്ല കറുപ്പ് കളറായിട്ടുണ്ട്. നമ്മൾ ടി വിയിലും അതുപോലെ മറ്റ് പരസ്യങ്ങളിലും ഒക്കെ കാണുന്ന എണ്ണകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. കുറേ പേരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ അതിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ടോ? പരസ്യത്തിൽ കാണുന്ന അല്ലെങ്കിൽ ആ പേപ്പറിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് വിശ്വസിച്ചല്ലേ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതിലും നല്ലതാണ് നമ്മൾ ഇതുപോലെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ നമുക്ക് എളുപ്പമുള്ള ഹെയർ ഡൈകൾ ഉണ്ടാക്കിയിട്ട് തേക്കുക എന്നുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇത് നമ്മുടെ തലയിൽ കുറേ നേരം വെക്കുമ്പം ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ, തലനീരിറക്കമൊക്കെ ഉണ്ടാകുന്നവരാണെങ്കിൽ ഇതുപോലെ പച്ചക്കർപ്പൂരം ഒരു ചെറിയ കഷ്ണം എടുത്ത് പൊടിച്ച് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ തലേ ദിവസം നമ്മളിത് റെഡിയാക്കി വെക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോഴും നമുക്ക് ജലദോഷമൊന്നും ഉണ്ടാവില്ല. ഇനി പച്ചക്കർപ്പൂരം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. പച്ചക്കർപ്പൂരം ചൂടാണ്. അതും സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ കൊഴിയാനായിട്ടും ഇടയാകും. അതുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, നല്ല കറുപ്പ് കളറാണ്. ഇനി ഇത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ എണ്ണയൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എണ്ണയുണ്ടെങ്കിൽ അതൊക്കെ കഴുകി കളയുക. അതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പം നര അധികം കാണാനില്ല, ചെറിയ ബ്രൗൺ ഷെയ്ഡാണ്. ഞാൻ ഇതിന് 2-3 വീഡിയോ പുറകിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ നെല്ലിക്കാപ്പൊടിയും ഇൻഡിഗോയും ഒക്കെ ചേർത്തിട്ടൊരു ഡൈ ഉണ്ടാക്കിയതാണ്. അത് ഉപയോഗിച്ചപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നരച്ച മുടിയൊന്നും കാണാത്തത്. കുറച്ചേ നരച്ച മുടികളൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വാഷ് ചെയ്യാം. സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ആഴ്ചയിൽ 2-3 തവണ നിങ്ങൾക്ക് പറ്റുന്നതുപോലെ ഇത് ഉപയോഗിക്കാം. ചെറിയ നരയൊക്കെ ഉള്ളവരാണ്, നരച്ച് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ആ നരയൊക്കെ മാറി കറുത്ത മുടി വളരാനായിട്ട് സഹായിക്കും. ഒരുപാട് നരയുള്ളവരാണെങ്കിൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം 2-3 ദിവസമെങ്കിലും ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുടിക്ക് മൈലാഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഇതിനകത്ത് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് തേക്കുന്നത് നല്ലതായിരിക്കും. മുടിയൊന്നും ഡ്രൈ ആവില്ല അധികം. അപ്പോൾ ഞാനിത് മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. എൻ്റെ മുടിയുടെ ഈ മുകൾ ഭാഗത്താണ് കൂടുതൽ നര. ആ ഭാഗത്താണ് ഞാൻ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ചാനലിൽ കുറേയധികം ഹെയർ ഡൈയുടെയും അതുപോലെ മുടി വളരാനുള്ള കുറേ റെമഡീസും ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഞാനിത് ഏകദേശം മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് റിസൾട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള തലമുടി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, കുറച്ച് വെള്ളമുടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ബ്രൗൺ ഷെയ്ഡ് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ടായിരുന്ന ഭാഗമൊക്കെ ഏകദേശം കറുപ്പ് കളറായിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ഹെയർ ഡൈ ആണ്. നമുക്ക് പേടിക്കാതെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു യൂസ്ഫുള്ളായ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.